മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യഭൂമിയെ ഏറ്റെടുക്കാനുള്ള സൗഭാഗ്യമുണ്ടായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് നിന്ന സ്ഥലത്തിനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹ് പിടിക്കാൻ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അസ്റായീൽ അലൈഹിസ്സലാം വീടിന്റെ വെളിയിൽ വന്നുകൊണ്ട് വീടിനെ വിളിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിനെ റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ. അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് വല്ലാത്ത ക്ഷീണത്തിലാണ്. അപ്പോൾ ആയിഷ ബീവിയ മറുപടി പറയുന്നത്, ഇപ്പോൾ വാതിൽ തുറക്കില്ല, റസൂലുള്ള വല്ലാത്ത ക്ഷീണത്തിലാണ്. വീണ്ടും അതാ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ. അപ്പോഴും വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് റസൂലുള്ള വല്ലാതെ ക്ഷീണിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹിക്ക് സംസാരിക്കാൻ കഴിയില്ല, നിങ്ങൾ പിന്നീട് വന്നോളോ. റസൂലുള്ള ക്ഷീണിതനായി കിടക്കുകയാണ്. മൂന്നാമതും അതാ ഒരു പരുപരുത്ത ശബ്ദത്തിൽ അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ. റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലുന്നു. റസൂലുള്ള അപ്പോൾ ഒരു ചെറിയ ആശ്വാസമുള്ള സമയത്താണ്. റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, ആരോ വെളിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വാതിൽ തുറന്നു കൊടുക്കൂ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കദാടം വാതിൽ തുറക്കുകയാണ്, കതക് തുറക്കുകയാണ്. അപ്പോഴേതാ ഒരാൾ സലാം ചൊല്ലി അകത്തേക്ക് കിടക്കുന്നു. ആരാണതെന്നറിയുമോ? ഏതൊരു മനുഷ്യന്റെയും റൂഹ് പിടിക്കാൻ അല്ലാഹു നിയോഗിച്ച മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അസ്റായീൽ അലൈഹിസ്സലാം അകത്തേക്ക് കയറി. അല്ലാഹുവിന്റെ ഹബീബ് സലാം മടക്കി. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, 2 ലക്ഷ്യമുണ്ട് നബിയെ. ഒരു ലക്ഷ്യം, ഒന്ന് അങ്ങയുടെ രോഗസന്ദർശനം നടത്തലാണ്. രണ്ടാമത്തെ ലക്ഷ്യമോ ലൗകാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങയുടെ ഇഷ്ടമുണ്ടെങ്കിൽ ലോകത്തിന്ന് വരെ ഒരാളോടും അങ്ങനെ ചോദിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പ്രതിപാദിച്ച ആളാണല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹ. സൂറത്ത് മറിയം എന്ന ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് മറിയം ബീവി. അത്ര വലിയ പവിത്ര, അത്ര വലിയ പതിവ്രതയായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി അലൈഹിസ്സലാമും ഈസാ നബിയും മലമുകളിൽ താമസിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ മലമുകളിൽ അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് കഴിയുന്ന കാലം സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവി അലൈഹിസ്സലാമിന്റെ മിഹ്റാബിലേക്ക് കടന്നു വരുമ്പോൾ ഭൂമിയിലൊന്നും കാണാത്ത പഴവർഗ്ഗങ്ങൾ കാണാറുണ്ടായിരുന്നു. അന്നാലകി ഹാദാ, മറിയമേ ഇതെവിടെന്നാ നിനക്കെന്ന് ചോദിക്കുമ്പോൾ മറിയം ബീവിയുടെ മറുപടി, ഹുമിനില്ല, എന്റെ റബ്ബ് എനിക്ക് ഇറക്കി തന്നതാണെന്നാണ് മറിയം ബീവി അലൈഹിസ്സലാം മറുപടി പറഞ്ഞിരുന്നത്. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് നേരെ പഴങ്ങൾ ഇറക്കി കൊടുത്തയാളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ മറിയം ബീവിയുടെ അടുത്തേക്കാണ് അസ്റായീൽ ഇറങ്ങി വന്നത്. അസ്റായീൽ വന്നപ്പോൾ മറിയം ബീവി അലൈഹിസ്സലാം ചോദിച്ചു, അസായിറുൻ അൻത അം ഖാബിൽ, നിങ്ങൾ എന്തിനു വന്നതാ? സന്ദർശനാർത്ഥം വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അസ്റായീൽ പറഞ്ഞു, സന്ദർശനാർത്ഥമല്ല. സാധാരണ ഞാൻ ഒരാളുടെ എന്തിനാണോ വരാറുള്ളത് അതിനാണ് അങ്ങയുടെ അടുത്ത് വന്നത്. അങ്ങയുടെ റൂഹുമായി ചെല്ലാൻ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മറിയം അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട റബ്ബല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ലാത്ത മറിയം ബീവി അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അസ്റായീലേ, ഒരല്പസമയമൊന്ന് കാത്തിരിക്കണം. എന്റെ ഈസയുണ്ട് ഭക്ഷണം തേടി താഴേക്ക് പോയിട്ട് ഈസ ഒന്ന് തിരിച്ചു വരട്ടെ. വകലിമതുഹു അൽഖഹാ ഇലാ മറിയം അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു നേരെ നിക്ഷേപിച്ച ആളാണല്ലോ ഈസ അലൈഹിസ്സലാം. വറൂഹു, അല്ലാഹുവിന്റെ ആത്മാവെന്ന പുകൽ കൊണ്ട ആളാണല്ലോ. ആ ഈസയൊന്ന് തിരിച്ചു വരട്ടെ, എന്നിട്ട് എന്റെ റൂഹ് പിടിച്ചോളൂ എന്ന് അസ്റായീലിനോട് പറഞ്ഞപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ ഒരു കൽപ്പന എനിക്കില്ല, ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോവുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോ കാണുന്നത് ഉമ്മ മിഹ്റാബിൽ കിടക്കുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാം മനസ്സിലാക്കിയത് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങുകയാണ് എന്നാണ്.
നോമ്പ് തുറക്കാൻ സമയമായി, വിളിച്ചു നോക്കുമ്പോൾ ഉണരുന്നില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞ് വിളിച്ചു നോക്കി ഉണരുന്നില്ല. അർദ്ധരാത്രിയായി വിളിച്ചു നോക്കി ഉണരുന്നില്ല. മലക്കുകൾ റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ ഈസാക്ക് ഉമ്മ മരണപ്പെട്ടു വന്ന വിവരം നീ അറിയിച്ചിട്ടില്ലല്ലോ തമ്പുരാനെ, അതൊന്ന് അറിയിക്കും. ഈസയതാ ഉമ്മയെ വിളിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈസാ അലൈഹിസ്സലാമിനെ ഉമ്മ മരണപ്പെട്ടു വന്ന വാർത്ത അറിയിക്കുമ്പോഴാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ വിവരമറിയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറിയം ബീവിക്ക് പോലും ഒരു സെക്കൻഡ് ബന്ധിച്ചു കൊടുത്തില്ല. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നതോ, നബിയേ, അങ്ങയുടെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങയുടെ റൂഹുമായി ചെല്ലാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. റബ്ബിന്റെ ഇഷ്ടത്തിന് വിരുദ്ധം നിൽക്കാറില്ലല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്രായീലിനോട് പറഞ്ഞു, അസ്രായീലേ, റബ്ബിന്റെ ഇഷ്ടം അതാണെങ്കിൽ എന്റെ ഇഷ്ടം അത് തന്നെയാണ്. അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പക്ഷേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അസ്രായീൽ ചോദിച്ചു, എന്താണ്? അപ്പൊ ചോദിച്ചു, ജിബ്രീൽ എവിടെ? അപ്പോൾ പറഞ്ഞു അസ്രായീൽ അലൈഹിസ്സലാം, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുമ്പോൾ ജിബ്രീൽ ഒന്നാം ആകാശത്തിലുണ്ടായിരുന്നു. റസൂലുള്ള ജിബ്രീലിനെ ചോദിക്കേണ്ട താമസം ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, എന്തിനാ അങ്ങനെ അന്വേഷിച്ചത്, തിരക്കിയത്? അപ്പൊ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം, ഭൂമിയിൽ വെച്ചുള്ള നമ്മുടെ സന്ധിക്കൽ അവസാനിക്കുകയാണ്. ജിബ്രീലെ, എന്റെ റൂഹ് പിടിക്കാനാണ് അസ്രായീൽ വന്നു നിൽക്കുന്നത്. ഞാൻ എന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. മക്കളെ വിട്ടുപിരിയുന്നതിൽ, ഭാര്യമാരെ വിട്ടുപിരിയുന്നതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പോകാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബി എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീലേ, ഞാൻ മരിച്ചാൽ എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താകും? ഞാൻ മരിച്ചാൽ എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താകും? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയേ, സയുർളീകല്ലാഹു ഫീ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങയെ തൃപ്തിപ്പെടുത്താമെന്ന് അല്ലാഹു ഏറ്റിരിക്കുന്നു നബിയേ. അപ്പോഴാണ് അസ്രായീലിനോട് പറയുന്നത്, അസ്രായീൽ, എന്നാൽ എന്റെ റൂഹ് പിടിച്ചോളൂ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് റൂഹ് വലിക്കാൻ തുടങ്ങുകയാണ്. കാൽപാദങ്ങളിൽ നിന്ന് റൂഹ് വലിക്കുന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുകയാണ്. റൂഹ് വളരെ പതുക്കെയാണ് ഇസ്രായേൽ വലിച്ചുകൊണ്ടിരിക്കുന്നത്. വേദന അസഹനീയമായി. റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് വെള്ളപ്പാത്രമുണ്ടായിരുന്നു. വെള്ളപ്പാത്രത്തിൽ കൈ നനച്ചിട്ട് റസൂലുള്ളാഹി മുഖം തടവുകയാണ്. വേദന അസഹനീയമാകുന്നു. വീണ്ടും അസ്രായേലിനോട് ചോദിച്ചു, അസ്രായേലേ, വേദന ഒന്ന് ലഘൂകരിച്ചു തരണം അസ്രായീൽ. വേദന ലഘൂകരിച്ചു തരണേ അസ്രായീലേ. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, അണ്ടകടാഹത്തിലെ ഏറ്റവും ചെറിയ വേദന അങ്ങേക്കാണ് നബിയെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അസഹനീയമായപ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാമിനോട് ഉടനെ ചോദിച്ചു, അസ്രായീലേ, എന്റെ ഉമ്മത്തിന് മരിക്കുമ്പോൾ എങ്ങനെ വേദന ഉണ്ടാകുമോ? അസ്രായീൽ പറഞ്ഞു, നബിയേ, ഇത്ര ലഘുവായ വേദന ലോകത്തൊരാൾക്കും ഇല്ല നബിയേ. അങ്ങയുടെ ഉമ്മത്തിനേക്കാൾ എത്രയോ വലിയ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കിയിട്ട് ലോകത്തിന്റെ ഗുരു ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞതെന്താണെന്നറിയുമോ? അസ്രായീൽ, എന്നാൽ അവരെ വേദനിപ്പിക്കരുത്, എന്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കരുത്, എന്റെ സമുദായത്തെ വേദനിപ്പിക്കരുത്. ആ വേദന മുഴുവൻ എനിക്ക് തന്നേക്കൂ അസ്രായീൽ, ഞാനത് ഏറ്റെടുത്തുകൊള്ളാം. എന്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കരുത്. ഉമ്മത്തിന്റെ വേദന തീർക്കാൻ വന്നയാളാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തോമസ് കാർലൈൻ പറഞ്ഞത്, the natural voice of humanity and the key dwelling in this wild son of nature. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സമുദായത്തെ സ്നേഹിച്ച പോലെ ലോകത്തൊരാളും തന്റെ സമുദായത്തെ
സമുദായത്തെ സ്നേഹിച്ചിട്ടില്ല. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. വഫാത്തിന്റെ അവസാനത്തെ സെക്കൻഡിലും പറയുന്നത് എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്നാണ്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖയിലേക്ക് ചെന്നു. സ്വഹാബാക്കളുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് റസൂലുള്ള കരയാൻ തുടങ്ങി. റസൂലുള്ള പറഞ്ഞു, സഹാബ, എന്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബത്താൻ. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല, എരിവനാറുള്ളവരാണ്. അവരുടെ മുഖമൊന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ, എന്നെയും നിങ്ങളെയും കാണാൻ ആഗ്രഹിച്ച നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മഹാനായ റസൂലുള്ള ലോകത്തോട് വിട പറയുന്നു. പ്രവാചകന്മാരെവിടെയാണോ വഫാത്തായത് അവിടെ അവരെ ഖബറടക്കം ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ്? റസൂലുള്ള വഫാത്താകുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ഒരു ചെറിയ പലക കഷ്ടം കൊണ്ടടിച്ചുണ്ടാക്കിയ കട്ടിലിൽ, രാജധാനിയുടെ കട്ടിലില്ല, വലിയ വലിയ പുതപ്പുകളില്ല, 3 ലക്ഷത്തിന്റെ അറയില്ല. ലോകത്തിന്റെ ഗുരു വഫാത്താകുന്ന സമയത്ത് നിങ്ങൾക്കറിയുമോ, ലോകത്തിന്റെ ഗുരു ലോകത്തോട് വിട പറയുമ്പോൾ റസൂലുള്ളാന്റെ ഒരങ്കി പണയത്തിലായിരുന്നു. റസൂലുള്ളാന്റെ അങ്കി പണയത്തിലായിരുന്നു. പണയം എന്ന് പറഞ്ഞാൽ പലിശക്ക് പണയത്തിന് വെച്ചതല്ല. ജൂതന്റെ അടുത്ത് നിന്ന് ഭക്ഷിക്കാൻ, ആയിഷക്ക് കൊടുക്കാൻ, ഭാര്യമാർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, വീട്ടിലൊന്നുമില്ല. ഒന്നുമില്ലാതെ വന്നപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തുള്ള ജൂതന്റെ കടയിൽ പോയിട്ട് അയാളോട് അരി ചോദിച്ചു, അയാളോട് ഭക്ഷണ സാധനം ചോദിച്ചപ്പോൾ ജൂതൻ പറഞ്ഞു, മുഹമ്മദേ, സാധനം വാങ്ങിയപ്പോൾ പറഞ്ഞു, പണം തരൂ, പൈസ തരൂ. അപ്പൊ ജൂതനോട് റസൂലുള്ള പറഞ്ഞു, എന്റെ അടുത്ത് പണം ഇപ്പോൾ ഇല്ല. ആരാ ഇത് പറയുന്നത്? അൻതല്ലദീ ലൗലാക മഖ്ലിഖം കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. ലോകത്തിന്റെ മുഴുവൻ അധികാരവും അല്ലാഹു ആരുടെ കയ്യിൽ കൊടുത്ത ആ നബി പറയുകയാണ് ജൂതനോട്, എന്റെ കയ്യിൽ ഇപ്പോൾ ഇതിന്റെ പണം തരാൻ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് എന്റെ ഒരു അങ്കിയുണ്ട്, ആ അങ്കി നിന്റെ അടുത്ത് വെച്ചോളൂ, ആ അങ്കി ഞാൻ പണം തരുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് ഹബീബായ നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, ഒരിക്കൽ ഒരു കടക്കാരൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. റസൂലുള്ള കടം വാങ്ങിയതാണ്, എന്റെ പണമില്ലാത്തത് കൊണ്ട് കടം വാങ്ങിച്ചതാണ്. കടം തിരിച്ചു കൊടുക്കാനുള്ള ആൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ദേഷ്യം പിടിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമറുണ്ട്. ഉമർ ചാടി എഴുന്നേറ്റു. ആരോടാണ് ഈ സംസാരിക്കുന്നതടാ? മനസ്സിലാക്കി സംസാരിക്കെന്ന് പറഞ്ഞപ്പോൾ നീതിയുടെ പര്യായമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, ഇരിക്കുമറേ അവിടെ, അയാളോട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്, അയാൾക്ക് ഞാൻ ബാധ്യത കൊടുക്കാനുണ്ട്, അയാൾക്ക് എന്നോട് കയർത്ത് സംസാരിക്കാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തോട് വിട പറയുമ്പോൾ ലോകത്തിന്റെ ഗുരുവിന്റെ കയ്യിലുണ്ടായിരുന്നത് അതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൂമേനി ആയിഷയുടെ വീട് ഏറ്റെടുത്തു വാങ്ങുകയാണ്. ആ ഭൂമേനി ഉള്ളത് ഇന്ന് നമ്മൾ മദീനയിൽ പോയാൽ കാണുന്ന മസ്ജിദുൻ നബവിയുടെ മുൻഭാഗത്ത് കാണുന്ന, മസ്ജിദുൻ നബവിയുടെ ഇടതുഭാഗത്തായി ബാബരി ജിബ്രീലിനോട് ചേർന്ന് കാണുന്ന പച്ചക്കുബ്ബയുടെ നേർച്ചുവട്ടിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.